Good morning. How are you, children? Today we shall start our English class. Now we are discussing about vowel letters. Which are the vowel letters? Yes. E, E, I, O, U. Yes. These are the vowel letters. E, E, I, O, U. English alphabets divided in two types. Which are they? Vowels and consonants. Vowel letters are A, E, I, O, U. These are called vowel letters. Except these letters are called consonants. We are already learned about A, E, I, O. A, E, I. ഈ ലെറ്റേഴ്സിനെ വെച്ച് നമ്മൾ പഠിച്ചൂല്ലേ എ ഇ ഐ. നമ്മളിപ്പോൾ നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഓ ലെറ്റർ വെച്ച് നമുക്ക് പഠിക്കാൻ. ഡു യു നോ എ ഫ്രൂട്ട്സ് നെയിം? ഓ ഫോർ അറിയാലോ അല്ലേ? മൂന്ന് ലെറ്റർ വെച്ചിട്ട് ഒരു ഫ്രൂട്ടിൻ്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വാട്ട് ഈസ് ദാറ്റ്? Which picture? Yes, orange. O-R-A-N-G-E, orange. അല്ലേ? ഓറഞ്ചിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? O എന്നാണ്. O is vowel letter. ഓറഞ്ച് എല്ലാവരും കഴിച്ചതാണല്ലോ അല്ലേ? നെയിം ആൻഡ് ദി കളർ ഈസ് ദ സെയിം അല്ലേ? പേരും കളറും നിറവും ഒരേപോലെയായ ഫ്രൂട്ടാണ് അല്ലേ? അതിൻ്റെ തോല് കൊണ്ട് പലതരം രൂപങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. പിന്നെ വിറ്റാമിൻ സി ഉള്ള നല്ലൊരു ഫ്രൂട്ടാണ്. ജ്യൂസ് അടിക്കാം അല്ലെ, അങ്ങനെ കഴിക്കാം. അതിനകത്ത് ചെറിയ ചെറിയ വിത്തുകളുണ്ട് അല്ലേ? അല്ലി ആയിട്ടാണ്. നല്ല ഭംഗിയാണ് കാണാൻ അത്, അതിൻ്റെ തോട് പൊളിച്ച് കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ ആ ഫ്രൂട്ടിൻ്റെ പേര് തുടങ്ങുന്നത് ഏത് ലെറ്റർ വെച്ചാണ്? ഓ എന്ന ലെറ്റർ ആണ്. ഓ ഫോർ ഓറഞ്ച്. What is this? What picture is this? Yes. Owl is the bird. Owl അല്ലേ? എന്താണ്? മൂങ്ങ. എന്താ അറിയാം മൂങ്ങയെ കുറിച്ചിട്ട്? മൂങ്ങയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മൂങ്ങയെ കണ്ടിട്ടുണ്ടോ? രാത്രിയിലാണ് അധികം സഞ്ചരിക്കുക അല്ലേ? ഒരു ശബ്ദം ഉണ്ടാക്കും അല്ലേ? ഒരു മൂളുന്ന ശബ്ദം അല്ലെ? ശബ്ദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇരകൾ മെല്ലെ പതുങ്ങി ഒളിക്കും. അത് ഈ ഔളിന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എൻ്റെ കണ്ണിന് രാത്രിയിൽ കാണാനുള്ള കാഴ്ചയ്ക്കുള്ള ഉതകുന്ന രീതിയിലാണ് കണ്ണ് വികസിച്ചിട്ട് വസ്തുക്കളെ, അതിൻ്റെ ഇരകളെ കാണാനുള്ള ഒരു പവറുണ്ട്. അതാണ് രാത്രി നമുക്കാണെങ്കിൽ രാത്രിയിൽ എന്ത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൂരാപൂരത്ത് കണ്ടെന്ന് വരില്ല, ചെറിയ വെളിച്ചത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അത്രയും വിശദമായിട്ടില്ല. പക്ഷെ മൂങ്ങയുടെ കണ്ണ് അതിനനുസൃതമാണ്. രാത്രിയിലാണ് ഇര പിടിക്കുക മൂങ്ങ എന്ന് പറയുന്നത് അല്ലേ? കണ്ണ് കണ്ടില്ല, നല്ല വട്ട കണ്ണാണ് അല്ലേ? പിന്നെ മൂക്കൻ ചുണ്ട് ഒക്കുമില്ല, നല്ല ഷാർപ്പായിട്ടല്ലേ? അപ്പോൾ രാത്രി ഇരവിടെ പിടിക്കുന്ന ജീവിയാണ് ഔൾ. സ്പെല്ലിങ് അറിയില്ലേ? സ്പെല്ലിങ് എന്താണ് ഔളിൻ്റെ സ്പെല്ലിങ്? OWL ആണ്. OWL. വിച്ച് ലെറ്റർ ഈസ് ദ ഫസ്റ്റ്? ഏതാണ് ഫസ്റ്റ് വരുന്ന ലെറ്റർ? യെസ്, O ഫോർ ഔൾ അല്ലേ? O ഫോർ ഔൾ. O ഫോർ ഓറഞ്ച് ആൻഡ് O ഫോർ ഔൾ. Which bird is this? Ostrich. 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 കണ്ടില്ലേ? ഒട്ടകപ്പക്ഷിയിലെ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത് ഒട്ടകത്തിൻ്റെ പോലെ തന്നെ കഴുത്ത് നല്ലോണം അല്ലേ? ഒട്ടകത്തിൻ്റെ പോലെ കഴുത്ത്. അതുകൊണ്ട് അതിന് നമ്മൾ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത്. ശരീരം ഉണ്ട്, എത്ര വലുതാ ശരീരം അല്ലേ? അതുകൊണ്ട് ഇതിന് പറക്കാൻ ബുദ്ധിമുട്ടാണ്. പറക്കാൻ കഴിയുന്ന ഫ്ലൈയിങ് ആണല്ലേ? പറക്കാൻ കഴിയാത്ത പക്ഷിയാണ്. ഒട്ടകത്തിൻ്റെ പോലെ തല നിർത്തി പിടിച്ച് നിൽക്കുന്ന ഒട്ടകപ്പക്ഷി എന്ന് വിളിക്കുന്നു അല്ലേ? എന്താ പ്രത്യേകത? ലാർജസ്റ്റ് റണ്ണിങ് ബേർഡാണല്ലേ? നല്ല സ്പീഡിൽ ഓടും, ബഹു ദൂരം നല്ല സ്പീഡിൽ ഓടാൻ പറ്റും. പിന്നെ അതിൻ്റെ എഗ്ഗ് ഉണ്ടോ നിങ്ങൾ? മ്യൂസിയത്തിലൊക്കെ ഉണ്ട്. തൃശ്ശൂർ മ്യൂസിയത്തിലുണ്ട്. വലിയ എഗ്ഗാണല്ലേ? എന്ത് വലിയ എഗ്ഗാണ് ഓസ്ട്രിച്ചിൻ്റെ. പിന്നെ 100 മുട്ടകളൊക്കെ വെച്ച് അടയിരിക്കുന്നത് പക്ഷി എന്നാണ് പറയുന്നത്. ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിൻ്റെ വേർഡിലും ഇതിലെട്ടാണ് ഫസ്റ്റിൽ വരുന്നത്?
ഓ എന്ന ലെറ്ററാണ് വരുന്നത് അല്ലേ, വവ്വൽ ലെറ്റർ. ഓ അപ്പോൾ നമ്മളെന്തൊക്കെ പഠിച്ചു? വവ്വൽ ലെറ്റർ ഓ, വവ്വൽ ഓ. ഓ ഫോർ ഓറഞ്ച്, ഓ ഫോർ ഔൾ, ഓ ഫോർ ഓസ്ട്രിച്ച് അല്ലേ. പിന്നെയും കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾ LKG ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഓൺലി 3 വേർഡ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്താണ് നമ്മൾ കണ്ടത്? ഓ എന്ന ലെറ്റർ ഫസ്റ്റിലാണ് അല്ലേ, ഓ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന വേർഡ്സാണ് അത്. എങ്കിൽ അങ്ങനെ അല്ലാതെ ഓ എന്ന ലെറ്റർ 2 ലെറ്ററിനിടയിൽ വരുമ്പോൾ സെൻറ്ററിൽ വരുമ്പോഴും എങ്ങനെ നോക്കാം, അങ്ങനത്തെ വേർഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. വാട്ട് പിക്ചർ ഈസ് ദിസ്? ദിസ് എ ബോയ് അല്ലേ, ഒരു ആൺകുട്ടിയാണ് അല്ലേ, ബോയ്. ബോയ് എന്ന് சொல்லி പറയാം BOY, ബോയ്, ആൺകുട്ടി. BOY ബോയ്, ആൺകുട്ടി. ആൺകുട്ടി. പെൺകുട്ടിക്ക് എന്താ പറയുക? ഗേൾ എന്നാണ് പറയുക അല്ലേ. ബോയ് എന്ന് എഴുതുമ്പോൾ ഈ വീടിൽ എവിടെയാണ് ഓ എന്നുള്ള ലെറ്റർ വന്നു എന്നാണ്. BOY അല്ലേ, BOY ബോയ്. ഓ എന്ന ലെറ്റർ സെൻറ്ററിലാണ് വന്നത്. നേരത്തെ പഠിച്ചത് എവിടെയാണ്? തുടക്കം തന്നെ അല്ലേ, സ്റ്റാർട്ടിങ് ഓ ആണ്, ഇവിടെ സെൻറ്ററിലാണ് വന്നത്. അപ്പോഴും ഓ എന്നുള്ള പ്രൊണൗൺസിയേഷൻ ഉണ്ടാകുന്നുണ്ട്. BOY ബോയ്, ആൺകുട്ടി. അപ്പോഴും ഓ എന്ന പ്രൊണൗൺസിയേഷൻ തന്നെയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ലെറ്ററുകൾ പലതരത്തിലും വരും അല്ലേ. ദെൻ വാട്ട് പിക്ചർ ഈസ് ദീസ്? ദിസ് എ പോട്ട് അല്ലേ, പാത്രമല്ലേ. ഒരു പോട്ടാണിത്. പോട്ടിൻ്റെ സ്പെല്ലിംഗ് എന്താ വരിക എന്നറിയാമോ? POT ആണ്, പോട്ട്. പോട്ട് എന്തിനാണ് ഉപയോഗിക്കുക? പോട്ട് എന്തിനാണ് ഉപയോഗിക്കുക? വെള്ളം നിറച്ച് വെക്കാനൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. പാത്രം ഒരു പാത്രമാണ്. മൺകലം ഉണ്ട് അല്ലേ, ഇത് മൺകലാണ് കാണിച്ചിരിക്കുന്നത്. മൺപാത്രമാണ്. മൺപാത്രത്തിൽ പണ്ട് ഫ്രിഡ്ജൊക്കെ ഇപ്പോൾ വന്നതല്ലേ, മൺപാത്രങ്ങളിലായിരുന്നു വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. വേനൽക്കാലത്തൊക്കെ പിടിച്ച് വെച്ച് മണലിലൊക്കെ വെച്ച് നല്ല തണുപ്പായിരിക്കും. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് ഒന്ന് നോക്കാം. പോട്ട്, POT പോട്ട്. കണ്ടോ, ഓ എന്ന ലെറ്റർ സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. POT പോട്ട്. POTയിൽ ഓ എന്ന ലെറ്റർ, വവൽ ലെറ്റർ സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോഴും ഓ എന്ന പ്രൊണൗൺസിയേഷൻ തന്നെ ഉണ്ടാകുന്നു. വാട്ട് ഈസ് ദിസ്? ദിസ് എ ടോപ്പ്. ടോപ്പ് മീൻസ് പമ്പരം അല്ലേ, പമ്പരമാണ് അല്ലേ, പമ്പരം. ടോപ്പ്. പിന്നെ ടോപ്പ് എന്ന് പറഞ്ഞാൽ അടപ്പ്, മുകളിൽ നിന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഇത് കറക്കിയിട്ട് കളിക്കുകയാണ് ചെയ്യല്ലേ, നിങ്ങൾ കളിക്കാറുണ്ടോ? ഇതൊരു പ്ലേ മെറ്റീരിയലാണല്ലേ ടോപ്പ്. ടോപ്പിന് സ്പെല്ലിംഗ് എന്താ അറിയാമോ? TOP, ടോപ്പ്. TOP ടോപ്പ്. ടോപ്പ്. ടോപ്പ് എന്ന് എഴുതുമ്പോൾ ഓ എന്ന ലെറ്റർ സെൻറ്ററിൽ വന്നിരിക്കും. ടോപ്പ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ പമ്പരം എന്ന് അർത്ഥമുണ്ട്. മുകളിൽ നിന്നുണ്ട്. വാട്ട് ഈസ് ദിസ്? ദിസ് ബോക്സ് അല്ലേ, അത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കും അല്ലേ, പഠിക്കാൻ നിങ്ങൾക്ക് മാത്സൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. പക്ഷേ ബോക്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? പെട്ടി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇത് കാണിച്ചു തന്നു എന്ന് മാത്രം കേട്ടോ. ഇത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആയതുകൊണ്ട് ഉള്ളിൽ ഉപകരണം ഉണ്ടത് കാണിച്ചു തന്നതാണ്. ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പെട്ടി. ഏത് പെട്ടിയെ നമ്മൾ ബോക്സ് എന്ന് തന്നെയാണ് പറയുക കേട്ടോ. ബോക്സ് എന്ന് പറഞ്ഞാൽ പെട്ടി. അപ്പോൾ ബോക്സിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. BOX എന്നാണ് ബോക്സിൻ്റെ സ്പെല്ലിംഗ്. എന്താണ്? BOX കണ്ടോ, BOX ബോക്സ്. അപ്പോൾ കണ്ടോ, ഓ എന്നുള്ള ലെറ്റർ സെൻറ്ററിൽ വന്നിരിക്കുന്നു അല്ലേ. ഓ എന്ന ലെറ്റർ സെൻറ്ററിൽ വന്നിരിക്കും. എപ്പോഴും ബോക്സ് എന്ന് ഉച്ചാരണം. അപ്പോൾ ഏതൊക്കെ വേർഡ്സ് പഠിച്ചു നോക്കാം. ഏതൊക്കെയാണ്? BOY ബോയ്, POT പോട്ട്, TOP ടോപ്പ്, BOX ബോക്സ്. എന്താ ഇത്ര വാക്കുകൾ സെൻറ്ററിലുണ്ട്. അത് ആ റെഡിഷ് കളറിൽ കാണുന്നതാണ് ഓ എന്ന ലെറ്റർ. ഇത്രയും വാക്കുകളാണ് നിങ്ങൾക്ക് ലെറ്റർ സെൻറ്ററിൽ ഓ എന്ന് വരുന്ന വാക്ക്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് റൈമിംഗ് വേർഡ്സ് ആണ്. റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ എന്താണ്? റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരേപോലെ സെയിം പ്രൊനൗൺസിയേഷൻ, സെയിം സൗണ്ട് വരുന്നതാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. OP, ഓ എന്ന ലെറ്ററിനോട് പി ചേർത്താൽ എന്താണ് പ്രൊനൗൺസിയേഷൻ? ഓപ്പ് എന്നാണ്. OP. അങ്ങനെ OP വരുന്ന കുറച്ച് വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. OP എന്ന് പറഞ്ഞാൽ ഓപ്പ് എന്ന് പ്രൊനൗൺസിയേഷൻ വരും. ഇതാ ടോപ്പ്. ഫസ്റ്റിൽ ടോപ്പ്. ടോപ്പർ എന്നാൽ നിങ്ങൾക്കറിയാം. TOP ടോപ്പ് എന്നാൽ നിങ്ങൾക്കറിയാം എന്താണ്? പമ്പരം അല്ലെങ്കിൽ മീതെ എന്നർത്ഥം അല്ലേ. HOP ഹോപ്പ്.
ഹോപ്പ് പറഞ്ഞാൽ ഒറ്റക്കാലം നിൽക്കാം. ഒറ്റക്കാലം കളിക്കുന്ന ഒരു കളിയുണ്ട് അല്ലേ, അതിനെ ഹോപ്പിംഗ് എന്ന് പറയും അല്ലേ. ഹോപ്പ് പറഞ്ഞാൽ ഒറ്റക്കാലിൽ നിൽക്കുക. ഏകപാദം എന്നൊക്കെ അർത്ഥമില്ലേ ഹോപ്പ്. ദെൻ മോപ്പ്, മോപ്പറല്ലേ, മോപ്പി, മോപ്പ് തുടയ്ക്കുന്ന തുണിക്കൊക്കെ അല്ലേ, ചൂല് തുടയ്ക്കുന്ന മോപ്പ്, ഒരു വടിയായിട്ട് തുടയ്ക്കുന്ന ഇല്ലേ, വൃത്തിയാക്കുന്നതിന് നമ്മൾ മോപ്പ് എന്ന് പറയാണ്ടല്ലോ. സ്പെല്ലിങ് MOP, മോപ്പ്. COP, കോപ്പ്. കോപ്പർ എന്താണ്, പിടികൂടുക എന്നുള്ള അർത്ഥം കേട്ടോ. കുറേ അർത്ഥങ്ങൾ, ഇത് അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, മീനിങ് അല്ല അർത്ഥമാക്കുന്നത്, മീനിങ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരേ പ്രൊനൗൺസിയേഷനുള്ള വീട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ടോപ്പ്, TOP ടോപ്പ്, HOP ഹോപ്പ്, MOP മോപ്പ്, COP കോപ്പ്. OP എന്ന് പ്രൊനൗൺസിയേഷൻ വരുന്ന ലെറ്റേഴ്സ്, വേർഡ്സ്. ഓക്കെ, O എന്ന ലെറ്റർ വരുന്ന വേർഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് OT എന്ന പ്രൊനൗൺസിയേഷൻ. OT എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ ഓട്ട് എന്നാണ്. OT എന്ന ലെറ്റേഴ്സ് മറ്റ് ഒരു ലെറ്ററിനൊപ്പം വരുമ്പോൾ എങ്ങനെയാണെന്നാണ്. അപ്പോൾ നോക്കൂ, COT കോട്ട്, COT കോട്ട്. കോട്ട് പറഞ്ഞാൽ എന്താ, കട്ടിൽ, നിങ്ങൾക്കറിയാമല്ലേ, COT കോട്ട്. HOT ഹോട്ട്, ഹോട്ട് എന്താ, COT ഹോട്ട്. HOT ഹോട്ട് പറഞ്ഞാൽ എന്തറിയാമോ, ചൂട് എന്നർത്ഥം. DOT ഡോട്ട്, ഡോട്ട് എന്താ, പുള്ളികൾ, കുത്തുകൾ എന്നൊക്കെ അർത്ഥം അല്ലേ. GOT ഗോട്ട് പറഞ്ഞാൽ കിട്ടുക, കൊടുക്കുക, നേടുക എന്നൊക്കെ അർത്ഥമുണ്ട്. നേടി, കിട്ടി എന്നൊക്കെ അർത്ഥം. അപ്പോൾ എന്താണ്, ഇതൊക്കെ വാക്കുകൾ പഠിച്ചു. COT കോട്ട്, HOT ഹോട്ട്, DOT ഡോട്ട്, ദെൻ GOT ഗോട്ട്. ഉണ്ടോ, ഇത്രയുമൊക്കെ O എന്ന ലെറ്റർ സെൻറ്ററിൽ വന്നിരിക്കുന്നു. അതിനോടൊപ്പം മറ്റു വാക്കുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരേ പ്രൊനൗൺസിയേഷനുള്ള വേർഡ്സ് കോട്ട്, ഹോട്ട്, ഡോട്ട് ആൻഡ് ഗോട്ട്. നെക്സ്റ്റ് ഉള്ളത് OG എന്ന് വരുമ്പോൾ എങ്ങനെയാണെന്നാണ്. OG എന്ന ലെറ്റർ വരുമ്പോൾ ഓഗ് എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓഗ്, OG എന്ന ലെറ്റേഴ്സ് മറ്റ് ലെറ്ററിനോട് ചേരുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. FOG ഫോഗ്, ഫോഗ് മൂടൽമഞ്ഞിനൊക്കെയാണ് നമ്മൾ ഫോഗ് എന്ന് പറയാം. DOG ഡോഗ്, നിങ്ങൾക്കറിയാം അല്ലേ, DOG ഡോഗ് എന്താണ്, നായ അല്ലേ. LOG ലോഗ്, ലോഗ് എന്താണ്, ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ കഷ്ണം, മരത്തടി, ചെറിയ മരത്തടി എന്നൊക്കെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എഴുതി വെക്കുന്ന, രേഖകളൊക്കെ എഴുതി വെക്കുന്ന ബുക്ക് ഉണ്ട്, ലോഗ് ബുക്ക്. അങ്ങനെ പലതരം മീനിങ് ഉണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതെന്താണ്, ലോഗ്. ഹോഗ്, HOG ഹോഗ്, ഹോഗ് എന്ന് പറഞ്ഞാൽ പന്നി, അധമൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഏതൊക്കെ ലെറ്റേഴ്സാണ് നമുക്ക് വന്നത്? FOG ഫോഗ്, DOG ഡോഗ്, LOG ലോഗ്, HOG ഹോഗ്. ഇത്രയും വാക്ക്. ഇതിലും സെൻറ്ററിൽ O എന്നാണ് വരുന്നത്. മറ്റ് ലെറ്റേഴ്സിനൊപ്പം ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രൊനൗൺസിയേഷനാണ്. ഓക്കെ, ഓഗ് എന്നുള്ള റൈമിംഗ് വേർഡായിട്ട് കിട്ടുന്നു. നെക്സ്റ്റ് ഒരു സെറ്റുള്ളത് OD എന്നുള്ള പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഓഡ് എന്നുള്ള അല്ലേ, OD എന്ന ലെറ്റേഴ്സ് മറ്റ് ലെറ്ററിനൊപ്പം ചേരുമ്പോൾ എങ്ങനെയെന്നാണ് ഫസ്റ്റ് പറയുന്നത്. POD പോഡ്. പോഡ് എന്ന് പറഞ്ഞാൽ ഈ പട്ടുനൂൽപ്പുഴുവിൻ്റെ ഒക്കെ കൊക്കൂണിനൊക്കെ പോടെന്ന് പറയാനിട്ടോ. പോഡ്, തോട് എന്നൊക്കെ അർത്ഥമുണ്ട്. NOD നോഡ്, നോഡ് പറഞ്ഞാൽ തലയാട്ടുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. നോഡ്. റോഡ്, റോഡ് എന്ന് പറഞ്ഞാൽ അളക്കാനുള്ളൊരു അളവിനെ പറയും നമ്മൾ, കമ്പിന് അർത്ഥത്തിൽ റോഡ് എന്ന് പറയും. പിന്നെ ചെങ്കോല് എന്നൊക്കെ അർത്ഥമുണ്ട് റോഡിന്. ദെൻ LOAD ഉണ്ട്. ഇവിടെയൊക്കെ എന്താണ്, 3 ലെറ്റേഴ്സേ ഉള്ളൂ. ഇവിടെ 4 ലെറ്റേഴ്സ് ഉണ്ടല്ലേ, 1 2 3 4 ലെറ്റേഴ്സ്. അപ്പോൾ Oയും Aയും ചേരുമ്പോഴും O എന്നുള്ള പ്രൊനൗൺസിയേഷൻ തന്നെയാണ് കിട്ടാൻ പ്രത്യേകത കേട്ടോ. ഇവിടെ വെറും O എന്നാണെങ്കിലും OD എന്ന് വരുന്നുണ്ട്. ഇവിടെ OADക്കും O എന്നുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടാകുന്നതാണ് പ്രത്യേകത. അപ്പോൾ ഏതൊക്കെയാണ്? പോഡ്, POD പോഡ്, NOD നോഡ്, ROD റോഡ്, LOD ലോഡ്. കണ്ടില്ലേ, ഇത്രയും ആക്കും. ഇതിലും എന്താണ്, O എന്ന ലെറ്റർ സെൻറ്ററിൽ വരുന്നു അല്ലേ. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊനൗൺസിയേഷൻ. അങ്ങനെ കിട്ടുന്ന കുറേ റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ എന്താണ്, ഒരേ ചലനമുള്ള വാക്കുകൾ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഈ ലെസണിൽ? O4 എന്നുള്ള 3 ലെറ്റേഴ്സ് പഠിച്ചു അല്ലേ. ഓയിൽ തുടങ്ങുന്ന കുറച്ച് ലെറ്റേഴ്സ് പഠിച്ചു. പിന്നെ O എന്ന ലെറ്റർ മറ്റ് ലെറ്ററിനിടയിൽ വരുമ്പോൾ എന്താണ് പ്രൊനൗൺസിയേഷൻ എന്നും പഠിച്ചു അല്ലേ. അതാണ് വെരി സിമ്പിൾ അല്ലേ അല്ലേ. അപ്പം അങ്ങനെ വവ്വൽ ലെറ്റേഴ്സ് ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു? AEIO വരെ എത്തി അല്ലേ. നമുക്ക് ഒന്നുകൂടി നോക്കാം ഏതൊക്കെ ലെറ്റേഴ്സ് ഒന്ന് പഠിച്ചതെന്ന്. വവ്വൽ ഓയിനെ കുറിച്ചാണ് പഠിച്ചത്. ഓറഞ്ച്, ഔൾ, ഓസ്ട്രിച്ച്.
ഇതിൻ്റെയൊക്കെ വവ്വൽ ലെറ്റർ ഓ ഫ്രണ്ടിലാണ് വരുന്നത്, ഏറ്റവും തുടക്കത്തിൽ വരുന്നു. പിന്നെ ഏതാണ്? പിന്നെ പഠിച്ചത് ബോയ് അല്ലേ, ബോയ്, ദ പോട്ട്, ടോപ്പ്, ബോക്സ്, ഇത്രയും വേർഡ്സ് പഠിച്ചു അല്ലേ. പിന്നെ ഏതൊക്കെയാണ് വായിച്ചു നോക്കൂ, അറിയുന്നുണ്ടോ? പറയാൻ കിട്ടുന്നുണ്ടോ? ഏതൊക്കെയാണ്? ടോപ്പ്, ഹോപ്പ്, മോപ്പ്, കോപ്പ് അല്ലേ, ഇത്രയും വാക്കുകൾ ലെറ്റർ സെൻറ്ററിൽ വരുന്നു. ഏതാണ്? കോട്ട്, ഹോട്ട്, ഡോട്ട്, ഗോട്ട് അല്ലേ, ഇത്രയും വേർഡ്സ്, 4 വേർഡ്സ്. ഒരു സെറ്റ് റൈമിംഗ് വേർഡ്സ് ആണ്. അനദർ സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ്. ഫോഗ്, ഡോഗ്, ലോഗ്, ഹോഗ്. ഓ എന്നുള്ള ലെറ്റർ വേറെ കളറിൽ എഴുതിയിട്ടുണ്ടല്ലേ. ഇതും ഒരു സെറ്റിലെ റൈമിംഗ് വേർഡ്സ് ആണ്. ദെൻ പിന്നെ ഏതാണ്? പോഡ്, നോട്ട്, റോഡ്, ലോഡ്. ലോഡിൻ്റെ പ്രത്യേകത എന്താണ്? ഓ എന്ന് ചേരുമ്പോഴും ഓ എന്ന് പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും വേർഡുകളാണ് നമ്മൾ പഠിച്ചത്. ഇത് നന്നായിട്ട് വായിച്ച് നോക്കുക. ഐ ഹോപ്പ് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ് എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായോ? ഇനി നമ്മൾ ലെസൺ പേജ് നമ്പർ 19 ആണ് എടുക്കുക. വവ്വൽ ഓ എന്നുള്ള പേജ് നിങ്ങൾ നന്നായി സ്റ്റഡി വെൽ. ഓക്കെ, then now we shall wind up our class. Then see you next class. Take care. Okay, bye.